ഇപ്പോൾ RYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ, ദയവായി തുടരുക. ശ്രീ സുധീഷ് കുമാർ, RYFന് RSPയുടെ താക്കീത്, മാതൃസംഘടന അത്തരത്തിലൊരു താക്കീത് നൽകുമ്പോൾ എങ്ങനെ കാണുന്നു? അല്ല, ഈ താക്കീത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇപ്പോഴറിയുകയാണ്. അങ്ങനെ ഒരു താക്കീത് ഇതുവരെ RYFന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ലഭിച്ചിട്ടില്ല. അല്ല, ഏത് കാര്യത്തിനാണ് താക്കീതെന്ന് മനസ്സിലായിട്ടുമില്ല. അതായത് സുധീഷ് കുമാർ, RYFന് ഇത്തരത്തിൽ ഒരു അസംതൃപ്തി, UDF തുടരുന്നതിൽ ഒരു അസംതൃപ്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, RYFന്റെ പല നേതാക്കന്മാരെയും തോൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള റിബൽ പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി. ഇന്നലെ കോവൂർ കുഞ്ഞുമോൻ തന്നെ ഇതേ സംബന്ധിച്ച് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു അഭിപ്രായം ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അല്ല, RYFനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ പാർട്ടിയിലുള്ളവർ RYFലും ഉണ്ടാകാം. അതൊക്കെ ഒരു തീരുമാനമായി വരുന്നത് RYFന്റെ കമ്മിറ്റി കൂടി ഒരു തീരുമാനമാക്കുമ്പോഴാണ്. നിലവിൽ അത്തരം ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് മുന്നണിയെ സംബന്ധിച്ചുള്ള അവസാന തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനങ്ങളുമായി വിധേയപ്പെട്ടു പോകുന്ന ഒരു സമീപനമാണ് എല്ലാ കാലവും ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ RSP സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി RYF സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരമൊരു അഭിപ്രായ വ്യത്യാസം ശക്തമായി ഉണ്ട് എന്ന തലത്തിലേക്ക് വരുന്നത് ശരിയാണ്. അതായത് സുധീഷ് കുമാർ, താങ്കളുടെ പരിമിതി മനസ്സിലാകും ഒരു പക്ഷേ. അതായത് RSPക്ക് വളരെ വേരുകളുള്ള കൊല്ലം ജില്ലയിൽ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ RSPക്ക് തിരിച്ചടിയേറ്റത്? ഒരുപാട് യുവജന നേതാക്കൾ വരെ, ആ പ്രധാനപ്പെട്ട യുവജന നേതാക്കൾ വരെ തോറ്റിട്ടില്ലേ? ഇതിൽ കോൺഗ്രസ് കാലുവാരിയിട്ടില്ലേ? അത്തരത്തിലൊരു അഭിപ്രായം സുധീഷ് കുമാറിനില്ലേ? അല്ല, UDF സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന RSP UDF പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായ പരാജയം RSPക്കും ഉണ്ടാകും. കനത്ത പരാജയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പരാജയം ഉണ്ടായിട്ടുണ്ട്, പോരായ്മ ഉണ്ടായിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിലെ ഐക്യമില്ലായ്മ അതിന് കാരണമായിട്ടുണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. RSP അടക്കമുള്ള കക്ഷികൾക്കും സ്വയം വിമർശനപരമായി ആ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കക്ഷിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം തുടങ്ങാനോ അവസാനിപ്പിക്കാനോ കഴിയില്ല. കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞ അഭിപ്രായത്തെ നിങ്ങൾ ഖണ്ഡിക്കുന്നു? കോവൂർ കുഞ്ഞുമോൻ ഏത് അഭിപ്രായമാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. കോവൂർ കുഞ്ഞുമോൻ ഇന്നലെ പരസ്യമായി പറഞ്ഞു, UDFന്റെ സ്ഥാനാർത്ഥികളായി നിന്ന RSPക്കാരെ തോൽപ്പിച്ചത് തീർച്ചയായും കോൺഗ്രസ് ആണ്. UDFൽ എന്നും തുടരും എന്നാരും ഒപ്പിട്ടിട്ടില്ല. ഇടതുപക്ഷത്തിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവന കോവൂർ കുഞ്ഞുമോൻ നടത്തി, പരസ്യമായിട്ടാണ്. കോവൂർ കുഞ്ഞുമോൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം ഇന്നലെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കാണാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിപ്രായം, ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ അനൈക്യ സംവിധാനങ്ങൾ പലപ്പോഴും എല്ലാ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പാർട്ടി RSPയെ എടുത്ത് തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണവും ഉണ്ടായിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും പാർട്ടി ജയിച്ചിട്ടുണ്ട്. ജയിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ അടക്കം വോട്ട് വാങ്ങിയാണ് ജയിച്ചിട്ടുള്ളത്. പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് പാളിച്ച ഉണ്ടായിട്ടുണ്ട്, അനൈക്യം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും. സുധീഷ് കുമാർ, ദയവായി തുടരുക. ഇപ്പോൾ RYFന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ബിജു ലക്ഷ്മികാന്തൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബിജു ലക്ഷ്മികാന്തൻ, താങ്കൾ വരെ മത്സരിച്ചിരുന്നു കൊല്ലം കോർപ്പറേഷന്റെ ഒരു ഡിവിഷനിൽ. ഇത്തരത്തിൽ RSPയുടെ സ്ഥാനാർത്ഥികൾക്ക് നേരെ കോൺഗ്രസിന്റെ ഭാഗത്ത് കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കമുണ്ടായി എന്ന പരിഭവം നിങ്ങൾക്കില്ലേ? ബിജു, കോൺഗ്രസിന്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്നാൽ ചില മേഖലകളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. BJP വോട്ട് കൂടിയതിനെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ വിലയിരുത്തുമ്പോൾ തീർച്ചയായും ബിജു അടക്കമുള്ളവർ വളരെ അടിത്തട്ടിൽ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ബിജു അടക്കമുള്ളവർ മത്സര രംഗത്തുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ക്രോഡീകരിക്കുന്ന ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ബിജുവിനടക്കം കോൺഗ്രസിന്റെ റിബലുകളില്ലായിരുന്നോ? എന്റെ മേഖലയിൽ കോൺഗ്രസിന് റിബലുകളില്ലായിരുന്നു. RSPയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കില്ലായിരുന്നോ? റിബലുകൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ സജീവമായിരുന്നെങ്കിലും വോട്ടുകൾ ക്യാച്ച് ചെയ്യുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുള്ളതാണ് വിലയിരുത്തൽ. അതിൽ കോൺഗ്രസിന്റെ പങ്ക് സുവ്യക്തമാണ്. കോൺഗ്രസിന്റെ പങ്കിനെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായും. വളരെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ശ്രീ ബിജു ലക്ഷ്മികാന്തൻ ആ വിവരങ്ങൾ പറയുമ്പോൾ